പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭക്ഷണ മര്യാദകൾ എന്ന പോയിന്റിൽ നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് അബ്ദുൽ കരീം. നമുക്കറിയാം, മനുഷ്യ ശരീരം അത് വലിയൊരു സംഭവം തന്നെയാണ്. ഏകദേശം 12 ട്രില്യൺ കോശങ്ങളാൽ നിർമ്മിതമായ ഒന്നാണ് മനുഷ്യ ശരീരം. ഈ കോശങ്ങൾക്ക് യഥാസമയം വായുവും ഭക്ഷണവും നൽകിയാൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഭക്ഷണം. വൈവിധ്യമുള്ള ഭക്ഷണങ്ങൾ നമുക്ക് രുചികരമായി കഴിക്കാൻ പാകത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും എല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, ശരീരം ചലിപ്പിക്കാനും രോഗങ്ങളില്ലാതെ ജീവിക്കാനുമൊക്കെയായി ആവശ്യമായിട്ടുള്ള പലതരം ഘടകങ്ങൾ ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ അള്ളാഹു ഈ ഭക്ഷണം കഴിക്കുന്നതിന് ചില നിബന്ധനകൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹലാലായ ഭക്ഷണങ്ങളുമാണ് നാം കഴിക്കേണ്ടത്. ഫൗകുലു മിമ്മ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബ. അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ. ഹറാമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതാണ്. അതുപോലെ ഭക്ഷണം നമുക്ക് നൽകിയ അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ളതും അതിൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ്. വഷ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ 3 വിരൽ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളമായി വാരി വലിച്ച് തിന്നാൻ പാടില്ല. കുറഞ്ഞ ഭക്ഷണമേ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുറഞ്ഞ ഭക്ഷണമേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ കഴിക്കുന്നവർക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല എന്ന് ശാസ്ത്രം ലോകം തന്നെ പറയുന്നു. പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളുടെ വയറിൻ്റെ 1/3 ഭാഗം മാത്രമേ നിങ്ങൾ ഭക്ഷണമായി കഴിക്കാൻ പാടുള്ളൂ. 2/3 ഭാഗം നിങ്ങൾ വെള്ളവും 3/3 ഭാഗം നിങ്ങൾ ഒഴിച്ചിടുകയും ചെയ്യണമെന്നാണ് പ്രവാചകന്റെ അധ്യാപനം. ഇത് പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. ശരിയായ രീതിയിൽ ഇസ്ലാമിക ഭക്ഷണ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.